രസകരമായ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ആരാണ് ഇത്തവണ പപ്പാനിക്ക് തീ കൊടുക്കാൻ പോകുന്നത്? വിനയ് ഫോർട്ട്. വിനയ് ഫോർട്ടിന് ആരാണ് ഇത് കൈമാറാൻ പോണത്? ഏതൊരു MLA? MLA ഒന്നുമല്ല, ഇതാ ഈ മനുഷ്യനാ. നോക്ക്, റിമോട്ട് കൺട്രോളാണ് പുള്ളിയുടെ കയ്യിലിരിക്കുന്നത്. സ്റ്റാർട്ട്, അതിൽ നിന്നൊക്കെ അപ്പൊ പൊട്ടും. അപ്പൊ പുള്ളിയാണ് ഇത് കൈമാറുന്നത്. ക്രിസ്മസ് പപ്പയാണ് പപ്പാനിയെ കത്തിക്കാനായിട്ട് ലൈറ്ററുമായിട്ട് നിൽക്കുന്നത്. തീർച്ചയായിട്ടും അത് കുഞ്ഞിപ്പപ്പ. അതെ, ഇവര് തമ്മിൽ എന്തോ ഒരു ഈഗോ ഉണ്ട്. തീർച്ചയായിട്ടും. അതായത് ഇത് കുഞ്ഞിപ്പപ്പയാണ്. ഈ കുഞ്ഞിപ്പപ്പയുടെ കയ്യിലാണ് സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കണത്. അത് പുള്ളി നിൽക്കുന്നുണ്ടോ, നിന്നിപ്പോ ശരിയാക്കി തരാടാ എന്ന് പറഞ്ഞു. അതെ, ചെറുതാണെങ്കിലും മസിൽ പിടിച്ച് നിൽക്കുന്നു. ചെറുതായിട്ട് ആ ബാക്ക്ഗ്രൗണ്ട് കൂടി ഒന്ന് കാണിച്ചു കൊടുത്താൽ അക്ഷയ്. നല്ല രസകരമായ ഒരു കാഴ്ചയല്ലേ ലക്ഷ്മി ഇത്? അയ്യോ, ഞാൻ ഇപ്പോഴാണ് ഈ പപ്പാനിയുടെ കണ്ണ് നോക്കി. ലക്ഷ്മി കണ്ണ് മാത്രമല്ല, കയ്യില് ദീപം കണ്ണ് നീല കണ്ണായിട്ട് നിൽക്കുന്നു. അതെ. ഇവിടെ ഇങ്ങനെ ഈ പപ്പാനിയുടെ നേരത്തെ സഹൻ പറയുന്നുണ്ടായിരുന്നു പപ്പാനിയുടെ ഒരു ഹിസ്റ്ററി എന്താണെന്നൊക്കെ. അതിനെ കുറിച്ച് ഒന്നും കൂടി പറയാമെന്ന് തോന്നുന്നു. അതായത് പപ്പാനി എന്ന് പറയുന്നത് നമ്മളുടെ കൊച്ചിയിലേക്ക് വരാനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത്, ഇവിടെയാണ് വിദേശീയരെ ഏറ്റവും കൂടുതൽ വന്നിരുന്നത്. ഡച്ചുകാരും പോർച്ചുഗീസുകാരും എല്ലാം. അപ്പൊ ഇവരൊക്കെ ഭയങ്കരമായി പുതുവർഷത്തെയൊക്കെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു മനുഷ്യരാണ്. ഇനി അവര് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു കാലത്ത് സുരേഷ് ഏട്ടാ ഇടുക, ഇത് സുരേഷ് ഏട്ടൻ പരിചയപ്പെടുന്ന ഒരാളാണ്. ഇവിടെ ഈ കാണുന്ന സാധാരണ കച്ചവടക്കാരാണ്. ഈ കാണുന്ന മുഴുവൻ മനുഷ്യരെന്ന് പറയുന്നത് കുടുംബശ്രീയിലെ അംഗങ്ങളാണ്, സ്ത്രീകളാണ്. അവർക്ക് കട ഒരുക്കി കൊടുക്കുകയും ഈ കടകളൊക്കെ നിർമ്മിച്ചു കൊടുക്കുകയും ഇവരെയൊക്കെ കൊണ്ട് കച്ചവടം ചെയ്യിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യനാണ് സുരേഷ് ഏട്ടനാണ് ഇവിടുത്തെ ഒരു കൺട്രോൾ കീ ഓഫ്, നമ്മളെന്താ പറയുന്നത്, ഒരു കീ എന്ന് പറയുന്നത്, പവർ കീ എന്ന് പറയുന്നത്. പവർ കീ സുരേഷ് ഏട്ടനാണ്. സുരേഷൻ എന്ത് ചെയ്യണമെന്ന് കുറിച്ച് ചോദിക്കും. സുരേഷൻ എന്ത് ചെയ്യണം? നമ്മളിവിടെ 50ഓളം കുടുംബശ്രീകളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ അവർക്കുള്ള സൗകര്യം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്നും ₹1 നമ്മൾ ഇവിടുന്ന് മേടിക്കാതെ അവർക്ക് വേണ്ട ലൈറ്റ് സൗകര്യങ്ങൾ, അത്യാവശ്യം വേണ്ട ലൈറ്റ് സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊണ്ടിട്ടുള്ള കച്ചവടമാണ് ഇവിടെ ചെയ്യുന്നത്. അതിൽ നിന്ന് ₹1 നമ്മളിവിടെ മേടിച്ചിട്ടില്ല. ഈ ന്യൂ ഇയർ ആകുമ്പോൾ അവർക്ക് നല്ല കച്ചവടം കിട്ടും അല്ലേ ആളുകൾ? അതെല്ലാം ഈ ഫോർട്ട് കൊച്ചിയിലെ പരിസരത്തുള്ള കുടുംബശ്രീയുടെ പ്രവർത്തകരാണ് അവരെല്ലാം. ഗംഭീരം. ഹാപ്പി ന്യൂ ഇയർ. കുറെ മനുഷ്യരെ പറഞ്ഞു തീർന്നില്ല. അപ്പൊ ഇവര് ഭയങ്കരമായി എന്താ പറയുന്നത്, ന്യൂ ഇയറും പുതുവത്സര ആഘോഷവും ക്രിസ്മസ് ഒക്കെ സെലിബ്രേറ്റ് ചെയ്യുന്ന മനുഷ്യരാണ്. അങ്ങനെ 1500-ൽ ഒരു പ്രൈസ്റ്റിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം ഇവിടെ ഇറങ്ങുകയാണ്. ആ ഇറങ്ങുന്ന സമയത്ത് അന്ന് ന്യൂ ഇയർ ആയിരുന്നു, 31st ആയിരുന്നു. അന്ന് രാത്രി ഇവര് ആഘോഷിക്കണേണ്. അത് ഒരു കോലം കെട്ടി ആ കോലത്തിന് തീ കൊടുക്കണേന്. അന്ന് പേപ്പറെല്ലാം കൂട്ടിയിട്ടായിരുന്നു കത്തിച്ചത്. അതൊരു പപ്പാഞ്ഞി, ഈ പപ്പാഞ്ഞിയുടെ പഴയ പപ്പാഞ്ഞി, കുഞ്ഞി പപ്പാഞ്ഞി. പാട്ടൊക്കെ ഒന്ന് താളം മുറുകുന്നുണ്ടല്ലേ? അന്ന് ആ പപ്പാഞ്ഞിയെ കത്തിച്ചു. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഒരു 40 വർഷം മുൻപ് ഒരു യുവജനങ്ങളുടെ ദിവസമായി പ്രഖ്യാപിക്കുന്ന സമയത്ത്, യുവജന വർഷമായി പ്രഖ്യാപിക്കുന്ന ടൈമിനാണ് വീണ്ടും കൊച്ചിൻ കാർണിവൽ വരുന്നത്. കൊച്ചിൻ കാർണിവൽ വന്ന് ആദ്യ വർഷം പപ്പാഞ്ഞിയെ കത്തിക്കുന്നു. ജനം അത് സെലിബ്രേറ്റ് ചെയ്തു. പിന്നെ ഇതിങ്ങനെ ഒരു ആചാരമായി പോകുന്നതാണ്. ഇപ്പൊ കൊച്ചിയിലെ ഒട്ടുമിക്ക ഇടങ്ങളിലും ഇങ്ങനെ പല രീതിയിലുള്ള പപ്പാഞ്ഞികളുണ്ടാവും. ചില പപ്പാഞ്ഞി ഇങ്ങനെ നിൽക്കും, ചില പപ്പാഞ്ഞി ഇങ്ങനെ നിൽക്കും, പല രീതികളിലുള്ള പപ്പാഞ്ഞി. എന്തായാലും 12 മണിയാകുന്ന നേരത്തെ ഞങ്ങൾ പപ്പാഞ്ഞിയെ കത്തിക്കും. സുഖവും ദുഃഖവും എല്ലാം കത്തിച്ച് കളയാണെന്നാണല്ലേ? സുഖവും ദുഃഖവും കത്തിക്കുക, കുറെ ഭക്ഷണം കഴിക്കുക, കുറെ പാട്ട് പാടുക, കുറെ നൃത്തം ചെയ്യുക. ചില ആളുകളൊക്കെ ഓട്ടീസ് ഇങ്ങനെ ചില ബിയറും ഇതൊക്കെ അങ്ങനെ മദ്യപിക്കാറുണ്ട്. ഇതൊക്കെ ഇതിന്റെ ഒരു ഭാഗമാണ്. എന്തെങ്കിലും ന്യൂ ഇയർ റെസൊല്യൂഷൻ ഉണ്ടോ? അങ്ങനെ എന്താ പറയണേ, ഇപ്പൊ എന്താ നമ്മളതിൽ പറയാൻ പറ്റുന്നത്? പഞ്ചാര അടിക്കൂലെന്നോ അങ്ങനെ എന്തെങ്കിലും? അയ്യോ, അങ്ങനെ പഞ്ചാര അടിക്കില്ല എന്ന്. ഞാൻ അങ്ങനെ പഞ്ചാര അടിക്കുന്ന ആളല്ല ലക്ഷ്മി. ഞാൻ വളരെ എന്താ പറയുന്നത്, അതൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം.